വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫ്ഫാന്റെ നിർണായക മൊഴി പുറത്ത്. ഫർസാനയെ കൊന്നത് കൂട്ടക്കൊല നടത്തിയ കാര്യം ഏറ്റുപറഞ്ഞതിന് ശേഷമെന്നും കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണെന്ന് സൽമാ ബീവി നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നുവെന്നും മൊഴി. പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ പ്രതി ഏറ്റുപറഞ്ഞത്. അഫ്ഫാന്റെ അച്ഛൻ ഉമ്മ ഷെമിയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിജിൻ, അതായത് ഈ മൊഴിയിലെ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം കൂട്ടക്കൊലയെ സംബന്ധിച്ച് കൂട്ടുകാരിയോട് പറഞ്ഞിട്ട് ശേഷമാണ് അവളെ കൊല്ലുന്നത്. ഇത് അടക്കമുള്ള കാര്യങ്ങളാണോ എത്തുന്നത്? പോലീസ് വിശ്വസിക്കാവുന്ന തരത്തിലേക്കാണോ? കാരണം തുടക്കത്തിലൊക്കെ പല വൈരുദ്ധ്യങ്ങൾ ഉള്ള മൊഴികളായിരുന്നു അഫ്ഫാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, ഇന്നലെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തും മുമ്പ് പാങ്ങോട് പോലീസ് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ അഫ്ഫാൻ പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഫർസാനയെ കൊലപ്പെടുത്തിയത് ഈ 3 കൊലപാതകങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കാര്യങ്ങൾ വിവരിച്ച് കൊടുത്തു ഫർസാനയ്ക്ക്. അതിനുശേഷം എങ്ങനെ ജീവിക്കും ഇനി നമ്മൾ എന്ന് ഫർസാന തിരികെ ചോദിച്ചു. ആ ഘട്ടത്തിലാണ് ഫർസാനയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് ഈ അഫ്ഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും അതിൽ തന്നെ പറയുന്നത്, ആ മൊഴിയിൽ തന്നെ പറയുന്നത്, അച്ഛൻ്റെ ജ്യേഷ്ഠൻ ലത്തീഫിനെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചിരുന്നത്. അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഈ സാമ്പത്തികമായ ഇടപാടുകളിലൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നടത്തി. ഒപ്പം തന്നെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള ശ്രമങ്ങളിൽ കൂടെ നിന്നില്ല എന്നുള്ളതൊക്കെയാണ് വൈരാഗ്യം തോന്നാനുണ്ടായിരുന്ന കാരണം എന്നാണ് മൊഴിയിൽ പറയുന്നത്. ഈ ലത്തീഫിനെ മാത്രം കൊലപ്പെടുത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ വിവരം പുറത്തറിയും എന്ന ഭയത്താലാണ് ലത്തീഫിൻ്റെ ഭാര്യയെ കൂടി കൊലപ്പെടുത്തിയത് എന്നാണ് ആ മൊഴിയിലുള്ളത്. അതായത് ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന തൊട്ട് മുമ്പുള്ള മൊഴിയാണിത്. ആ മൊഴിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ അതായത് ഉപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയതിന് കാരണം ഇതുതന്നെയാണ്. അതായത് സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികൾ ഉള്ള ഘട്ടത്തിൽ ഉമ്മയും മകനും കൂടി ദൂർത്തരിച്ചാണ് ഈ സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെച്ചത് എന്ന് ഉമ്മൂമ്മ പറഞ്ഞു എന്നുള്ളതാണ് ഈ മൊഴിയിൽ പറയുന്നത്. അതിൻ്റെ വൈരാഗ്യമാണ് അവരെ കൊലപ്പെടുത്താൻ കാരണമെന്നും പറയുന്നു. ഒപ്പം തന്നെ സാമ്പത്തികമായി താൻ ആവശ്യപ്പെടുന്ന പണം നൽകുന്നില്ല എന്നുള്ളതുള്ള ദേഷ്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഉമ്മുമ്മയുടെ എന്നാണ് മൊഴിയിൽ പറയുന്നത്. ഇങ്ങനെ അതിക്രൂരമായ നിലയിൽ, അതായത് ഈ അനുജനെയും ഫർസാനെയും കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പ് 3 പേരെ കൊലപ്പെടുത്തിയതിൻ്റെ വിവരങ്ങളാണ് ഫർസാനയുടെ അടുത്ത് പറഞ്ഞത്. ഫർസാനയെ നേരത്തെ വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ഒക്കെ നമ്മൾ ഇന്നലെയും നൽകിയതാണ്. എന്തായാലും ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകത്തിൻ്റെ കാര്യങ്ങൾ വിവരിച്ചതിന് ശേഷം ഞെട്ടിയിരിക്കുന്ന ഫർസാനയെ തൊട്ടടുത്ത് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് കൊലപ്പെടുത്തിയത് എന്നാണ് അഫ്ഫാൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും അഫ്ഫാന്റെ ഉപ്പ ഇന്ന് രാവിലെയാണ് തിരിച്ച് ഒമാനിൽ നിന്ന്. തീർച്ചയായും. അതുപോലെ തന്നെ വിജിൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ കൂട്ടക്കൊലയെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ, അതായത് ഈ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ അദ്ദേഹത്തിൻ്റെ ഫോൺ സന്ദേശവും പുറത്തെത്തിയിരുന്നു, ശബ്ദ സന്ദേശം. കാരണം ആ ഇളയ മകനെക്കുറിച്ചാണ് കൂടുതൽ കരഞ്ഞ് വിതുമ്പിയത്. ഇന്നിപ്പോൾ കണ്ടതും, അതായത് ഷെമിയെ, ഭാര്യയെ കണ്ടതിന് ശേഷവും ചോദിച്ചത് ഈ ഇളയ കുഞ്ഞിനെക്കുറിച്ചാണ് കൂടുതലും എന്നാണ് അച്ഛൻ്റെ കാര്യത്തിൽ ഒരു അയൽവാസി പറഞ്ഞത്. ആ അയൽവാസി അബൂബക്കറിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. പുള്ളി റഹീമിൻ്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. കയ്യിൽ പിടിച്ചു. മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. മകനടുത്ത ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല, അവർ റിക്കവറായി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിന് മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അഫ്ഫാനെ പറ്റി ചോദിച്ചു. അത് ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇല്ല അങ്ങനെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചിട്ടില്ല. പുള്ളി റഹീമിൻ്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. കയ്യിൽ പിടിച്ചു. മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. മകനടുത്ത ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല, അവർ റിക്കവറായി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിന് മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അഫ്ഫാനെ പറ്റി ചോദിച്ചു. അത് ഏറ്റവും തീർച്ചയായും വിജിൻ, അതായത് ഏറ്റവും കൂടുതൽ അമ്മ ചോദിച്ചതും പ്രത്യേകിച്ച് അച്ഛനുമൊക്കെ, കാരണം പ്രിയപ്പെട്ട കുഞ്ഞാണ്, ഇളയവനാണ് കൊല്ലപ്പെട്ട അഫ്സാൻ എന്നത്.
അപ്പോൾ അവനെക്കുറിച്ചാണ് കൂടുതൽ ചോദിച്ചത്. മാത്രമല്ല ഈ മൊഴിയെടുക്കാൻ പാകത്തിൽ എന്താണ് ഷമി മാറിയിരിക്കുന്നു, സുഖം പ്രാപിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. അത് അന്വേഷണത്തിനും ശുഭകരമായ ചില സന്ദേശങ്ങളാണ്. ഇന്ന് മൊഴിയെടുക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഷമിയിൽ നിന്നും. അതിനു മുമ്പാണ് അഫാന്റെ ഉപ്പ ഈ അമ്മയെ പോയി കണ്ടത്. അവർ സംസാരിച്ചത് നമ്മൾ പറയുന്നത് അയൽവാസി പറഞ്ഞതുപോലെ തന്നെ ഈ നിലവിൽ കട്ടിൽ നിന്ന് വീണ് തന്നെയാണ് തനിക്ക് പരിക്ക് പറ്റിയത് അത് ആവർത്തിക്കുകയാണ്. നേരത്തെ തന്നെ പ്രാഥമികമായ ആദ്യഘട്ടത്തിലൊക്കെ അവർ അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞതെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും തനിക്ക് കട്ടിൽ നിന്ന് വീണ് അപകടം സംഭവിച്ചതാണ് എന്ന കാര്യം ആവർത്തിക്കുന്നു എന്നാണ് അയൽവാസി പറയുന്നത്. ഈ ഉപ്പയോടും അക്കാര്യം തന്നെയാണ് പറഞ്ഞത് എന്നാണ് അയൽവാസി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് നിലവിൽ ഈ ഉമ്മ ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണത്. മൊഴി എടുക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ അവർ ഇക്കാര്യം അഫാൻ നിലവിൽ പോലീസിന് നൽകിയ മൊഴിയോട് ഇതിന് സമാനമായ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മൊഴി നൽകുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതാണ് ഇനി അറിയേണ്ടത്. അതാണ് ഈ കേസിൽ നിർണായകമായി മാറുകയും ചെയ്യുക. എന്തായാലും അതിനാണിപ്പോൾ പോലീസ് മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ ഇവിടെ പോലീസ് എത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തും. നിലവിൽ അയൽവാസിയും അതുപോലെ തന്നെ മറ്റുള്ളവരുമൊക്കെ പറഞ്ഞതനുസരിച്ച് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, ആളുകളെ തിരിച്ചറിയുന്നതിൽ ബുദ്ധിമുട്ടില്ല, ചെറിയ രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് എന്ന കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അജിംഷാദ്. തീർച്ചയായും വിജിനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.